നമസ്കാരം. കേന്ദ്ര സർക്കാർ ലേലത്തിന് വച്ചിരിക്കുന്ന ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഭൂമി വാങ്ങിയാൽ തല പോകുമോ? അതായത് ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഭൂമി, സ്വത്തുവകകൾ, അദ്ദേഹത്തിന് പരമ്പരാഗതമായി കിട്ടിയ സ്വത്തുവകകൾ മഹാരാഷ്ട്രയിലെ രത്നഗിരി ജില്ലയിലെ മുംബാഗെ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലുണ്ട്. അവിടെ 4 പ്ലോട്ടുകളാണുള്ളത്. അതായത് ഈ 4 പ്ലോട്ടുകൾ 4 സർവേ നമ്പർ 442, 533, 453, 617 എന്നിങ്ങനെ 4 സർവേ നമ്പറുകളിലായി ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഭൂമിയുണ്ട്. അവിടെ കെട്ടിടങ്ങളും മറ്റുമെല്ലാം ഉണ്ട്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ കുടുംബ സ്വത്താണത്. കോടികൾ വിലയുള്ള സ്വത്താണത്. ഈ സ്വത്ത് കേന്ദ്ര സർക്കാർ നേരത്തെ പിടിച്ചെടുത്തിരുന്നു. അതായത് ദാവൂദ് ഇബ്രാഹിം കുപ്രസിദ്ധ അധോലോക നായകനാണ്, ഭീകരവാദിയാണ്, പാകിസ്ഥാൻ്റെ തണലിൽ ഇപ്പോൾ കഴിയുന്ന ഭീകരവാദിയാണ്. ഇന്ത്യയിലെ ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം, ഇന്ത്യയിൽ ഇദ്ദേഹത്തിന് രാഷ്ട്രീയ സഹായം കിട്ടിയിരുന്ന, ദാവൂദിനെ ഇന്ത്യയിൽ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഇപ്പോൾ മാറിയിരിക്കുന്നു. 2014 ശേഷം ദാവൂദ് ഇബ്രാഹിമിനെതിരെ കടുത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാളുടെ സ്വത്തുവകകളെല്ലാം കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടിയത്. അതിനുശേഷം ഈ ഭൂമി ലേലത്തിൽ വിൽക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ആ ഭൂമി വാങ്ങാൻ വർഷങ്ങളായി ആളില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, ദാവൂദ് ഇബ്രാഹിം കുപ്രസിദ്ധനായ ഒരു ഗുണ്ടാ നേതാവാണ്, അധോലോക നേതാവാണ്. ഒരു കാലഘട്ടത്തിൽ മുംബൈയും മഹാരാഷ്ട്രയുമെല്ലാം അടക്കി വാണിരുന്ന അധോലോക നേതാവാണ്. ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന, ജനങ്ങളെന്ന് മാത്രമല്ല രാഷ്ട്രീയക്കാരും ബോളിവുഡ് നടീനടന്മാരും വ്യവസായ പ്രമുഖന്മാരും എല്ലാം ഭയപ്പെട്ടിരുന്ന ഒരു അധോലോക നേതാവായിരുന്നു ഈ ദാവൂദ് ഇബ്രാഹിം. പാകിസ്ഥാന് വേണ്ടി ഇന്ത്യക്കകത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഭീകരപ്രവർത്തകനായിരുന്നു ഈ ദാവൂദ് ഇബ്രാഹിം. 1993 രാജ്യത്തെ വിറപ്പിച്ച മുംബൈ സ്ഫോടന പരമ്പര നടത്തിയത്, അതിൻ്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ദാവൂദ് ഇബ്രാഹിമാണ്. 12 ഇടങ്ങളിലാണ് അന്ന് സ്ഫോടനം നടന്നത്. 257 നിരപരാധികളാണ് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. 700ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരിൽ പലരുടെയും പരിക്കുകൾ അന്ന് ഗുരുതരാവസ്ഥയിലുമായിരുന്നു. ഇങ്ങനെ രാജ്യത്തെ നടുക്കിയ, പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ഭീകരവാദിയാണ് ദാവൂദ് ഇബ്രാഹിം. പിന്നീട് ഇയാൾ ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തു പാകിസ്ഥാനിലേക്ക് പോയി. ഏറെക്കാലമായി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയും പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെയും സുരക്ഷാ വലയത്തിലാണ് ഈ ദാവൂദ് ഇബ്രാഹിം ഉള്ളത്. ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ടെന്നും ഇന്ത്യ തേടുന്ന അധോലോക കുറ്റവാളിയാണ് ദാവൂദ് ഇബ്രാഹിമെന്നും ഇന്ത്യക്ക് ദാവൂദ് ഇബ്രാഹിമിനെ കൈമാറണമെന്നും ദീർഘകാലമായി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു വരികയാണ് ഇന്ത്യ. എന്നാൽ ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലില്ലെന്നും തങ്ങളുടെ സൈന്യമോ അല്ലെങ്കിൽ തങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗമോ ഇയാൾക്ക് സംരക്ഷണം നൽകുന്നില്ല എന്നുമാണ് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പാകിസ്ഥാനിൽ ദാവൂദ് ഇബ്രാഹിം സുരക്ഷിതമായി ഒളിച്ചു താമസിക്കുകയാണ് എന്നതിന് നിരവധി തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലോകത്തെ വിറപ്പിച്ചിരുന്ന, പ്രത്യേകിച്ചും ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെ പോലും വിറപ്പിച്ചിരുന്ന ഒരു ഭീകരവാദിയാണ് ദാവൂദ് ഇബ്രാഹിം. ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വത്തുവകകൾ അങ്ങനെ കേന്ദ്ര സർക്കാർ കണ്ടുകെട്ടി ലേലത്തിന് വച്ചാൽ ആരെങ്കിലും വാങ്ങാൻ തയ്യാറാകുമായിരുന്നില്ല. ആരും അതിന് തയ്യാറായിരുന്നുമില്ല. 2017-ലും 2020-ലും 2024-ലും 2025-ലുമെല്ലാം സഫേമ നിയമപ്രകാരം കേന്ദ്ര സർക്കാർ ഈ വസ്തുവകകൾ ലേലത്തിന് വെച്ചതാണ്. പക്ഷേ ആരും അത് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ഭയം കൊണ്ട് തന്നെയാണ് അത് ഏറ്റെടുക്കാത്തത്. പക്ഷേ ഇപ്പോൾ ഒരു ധൈര്യശാലി എത്തിയിരിക്കുന്നു. വർഷങ്ങളായി നടക്കാതിരുന്ന ലേലം നടന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വത്തുവകകൾ ലേലത്തിന് വെച്ചു. 2 പേർ ലേലത്തിൽ പങ്കെടുത്തു. ഒരാൾക്ക് ലേലം ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അതായത് ഒരു ഭൂമി മാത്രമാണ്, ഈ 4 സർവേ നമ്പറുകളിലുള്ള 4 പ്ലോട്ടുകളിൽ ഒരെണ്ണം മാത്രമാണ് ലേലത്തിന് വെച്ചത്. അത് മുംബൈ സ്വദേശിയായ ഒരാൾ ലേലത്തിൽ പിടിക്കുകയും ചെയ്തു. അയാൾക്ക് ലേലം ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ തീർന്നില്ല, മറ്റ് 3 പ്ലോട്ടുകൾ കൂടി ഇയാൾ അത് വാങ്ങുകയും കൃത്യമായി തന്നെ ഇയാൾ അത് ലേല നടപടികൾ പൂർത്തീകരിച്ച് ഈ 4 പ്ലോട്ടുകളും അയാളുടെ പേരിലാക്കി മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ലേലം എന്തായാലും വിജയകരമായി മാറി. പക്ഷേ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ലേലം ചെയ്യുകയും പിന്നീട് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ പോവുകയും ചെയ്തത്. ഇതിനു മുമ്പും ഒരു തവണ ഇത്തരത്തിൽ സർവേ നമ്പർ 617 എന്ന ഒരു ചെറിയ ഭൂമി, ഏതാണ്ട് 15,000 രൂപ മാത്രം വിലയുണ്ടായിരുന്ന ആ ഭൂമി
പിന്നീട് 2 കോടി രൂപയ്ക്കാണ് ഒരു ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഭിഭാഷകൻ വന്ന് ലേലത്തിനെടുത്തത്. എന്നാൽ ഇതിൻ്റെ ലേലത്തുക അടയ്ക്കാൻ ഇയാൾ പിന്നീട് ലേലത്തുക അടച്ചില്ല. അതിനുശേഷം ഈ ലേല നടപടികൾ റദ്ദായി പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഭൂമി വിൽക്കാൻ വേണ്ടി സർക്കാർ 2007 മുതൽ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഒരു ഘട്ടത്തിൽ ലേലം ഉറപ്പിച്ചു, പക്ഷേ പേയ്മെൻ്റ് അടയ്ക്കാൻ തയ്യാറായില്ല. ഇതിനിടയിൽ ഏതോ ബാഹ്യ ശക്തികൾ അയാളെ ഭയപ്പെടുത്തി പിന്തിരിപ്പിച്ചു എന്ന് വേണം പറയാൻ. മുംബൈയിലും മഹാരാഷ്ട്രയിലുമൊക്കെ അന്ന് സജീവമായിരുന്ന ഗുണ്ടാ സംഘങ്ങൾ നേരിട്ടെത്തി ഈ ലേലത്തിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവരെ പിന്തിരിപ്പിച്ചിരുന്നു, ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നൊക്കെയുള്ള കഥകൾ പരന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഒരാൾ ധൈര്യസമേതം ഈ പ്ലോട്ട് വാങ്ങാൻ എത്തിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ലേല നടപടികൾ പൂർത്തിയായി എന്ന് പറയാൻ കഴിയില്ല. ലേലം ഉറപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അദ്ദേഹം മറ്റ് നടപടിക്രമങ്ങൾ പാലിക്കണം. കേന്ദ്ര സർക്കാരിൻ്റെ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന ഒരു ബയ്യറാണ് ഇദ്ദേഹമെന്ന് തെളിയിക്കണം. അതിനുശേഷം പണം അടയ്ക്കണം. അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് ഇത് രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷം മാത്രമേ ലേലം പൂർത്തിയായതായി പറയാൻ കഴിയൂ. പക്ഷേ നിലവിലെ സാഹചര്യം അനുസരിച്ച് ലേലം നടക്കാതിരുന്ന ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം മാറിയിരിക്കുന്നു. ഒരാൾ ധൈര്യപൂർവ്വം ഈ ഇദ്ദേഹത്തിൻ്റെ ഡി കമ്പനിയുടെ തലവനായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിൻ്റെ വസ്തുവകകൾ ലേലത്തിനെടുത്തിരിക്കുകയാണ്. ഈ ലേലം വിജയകരമായി മാറുമോ അതോ പഴയ ചരിത്രം ആവർത്തിക്കുമോ? വരും ദിവസങ്ങളിൽ തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.